എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് പെർഫ്യൂമുകളുടെ കളക്ഷനുകൾ കാണാം. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ആദ്യം കാണിക്കുന്നത് മുമ്പ് കാണിച്ചിരുന്ന പെർഫ്യൂം തന്നെയാണ്. ബെല്ലാവിറ്റയുടെ പെർഫ്യൂം ആണ്. നല്ലതുപോലെ കസ്റ്റമർ റെസ്പോൺസ് ഉള്ള ഒരു പെർഫ്യൂം ആണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടും ഒരുപാട് എൻക്വയറി ആയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇത് കൊണ്ടുവന്നത്. ഇത് ബെല്ലാവിറ്റയുടെ ഡേറ്റ് വുമൺ, ഇത് ഹണിയൂഡ്. ഇത് രണ്ടും നല്ല പെർഫ്യൂമുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 525, 525. പെർഫ്യൂം എന്ന് പറയുന്നത് ഇതും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. അബീറിന്റെ പെർഫ്യൂം ആണ് ഇത്. യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു ഫ്ലേവർ ആണ്. ഇത് ലൈറ്റ് സ്മെല്ലാട്ടോ അല്ല, കുറച്ച് നല്ലതുപോലെ ഇങ്ങനെ കുത്തു വരുന്ന ഒരു സ്മെല്ലാണ്. അറബിക് സ്മെല്ലൊക്കെ പോലെ അങ്ങനെയുള്ള ഒരു സ്മെല്ലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ, 200. ബെല്ലാവിറ്റയുടെ തന്നെ വേറെ രണ്ട് ഫ്ലേവർ ആണ്. ഒരെണ്ണം ഹണിയൂഡ് തന്നെ, ഒരെണ്ണം ഗ്ലാം വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ആണ്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 230. ഇത് രണ്ടും നല്ല സ്മെല്ലുകളാണ്. യാർഡ്ലിയുടെ ബോഡി സ്പ്രേ ആണ്. രണ്ട് ഫ്ലേവർ ആണ്. ഒരെണ്ണം ലേസ് സാറ്റിനും ഒരെണ്ണം സ്പ്രിംഗ് ബ്ലോസും. രണ്ടും നല്ല സ്മെല്ലാണ്. യാർഡ്ലിനെ കുറിച്ചൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല സ്മെല്ലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 210, 210. നേരത്തെ കാണിച്ചപ്പോ ബെല്ലാവിറ്റയുടെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടായി, ഡേറ്റ് വുമൺ എന്ന് പറഞ്ഞത്. അത് കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അത് വീണ്ടും കാണിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 230. അടുത്ത പെർഫ്യൂം എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ, UAE-ന്ന്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 345. ഇത് നല്ല പെർഫ്യൂം ആണ്. കുറച്ചധികം സമയം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യും ഇതിന്റെ സ്മെല്ല്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 345. ഇത് സ്പ്രേ ടോം ആൻഡ് ഡാറിന്റെ ഫൺ ഗേൾ ആണ്. ഇത് നല്ല പെർഫ്യൂം ആണ്. 100 ml ബോട്ടിലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 460. ഇത് വിക്ടോറിയ സീക്രട്ടിന്റെ രണ്ട് ഫ്ലേവർ ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ആംബർ റൊമാൻസ്, ഒന്ന് ഡെയ്സി ഹേസ്. ഇതിൽ ഏതെടുത്താലും നല്ലത് തന്നെയാണ്. ഇത് 250 ml ആണ് ഓരോ ബോട്ടിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 420. ഇത് രണ്ട് ബോഡി സ്പ്രേ ആണ്. ഒരെണ്ണം ഓറ, ഒരെണ്ണം ഇന്റിമേറ്റ്. ഇത് രണ്ട് ഫ്ലേവറും നല്ല ഫ്ലേവറുകളാണ്. നല്ല ഒരുപാട് ഇങ്ങനെ കുത്തണ സ്മെല്ലൊന്നും അല്ല, നല്ല ലൈറ്റ് സ്മെല്ലായിട്ടുള്ള പെർഫ്യൂം ആണ്. ബോഡി സ്പ്രേ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 225. ഇത് എറ്റേർണൽ ലവിന്റെ വുമണിനുള്ള സ്പ്രേ ആണ്. ഈ എറ്റേർണൽ ലവ് തന്നെ മുമ്പ് ഞാൻ വേറൊരു ടൈപ്പ് കാണിച്ചായിരുന്നു. ഇത് വേറെ ഒരു ടൈപ്പാണ്. ഇതില് 50 ml ആണ് ഈ ബോട്ടിലിൽ വരുന്നത്. ഇതിന്റെ MRP വരുന്നത് 1200 രൂപയാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് 999 ആണ്. നല്ല പെർഫ്യൂം ആണ്. ഈ എറ്റേർണൽ ലവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവർക്കും തന്നെ എറ്റേർണൽ ലവിന്റെ പെർഫ്യൂമിനെ കുറിച്ച് അറിയാവുന്നതാണ്. നല്ല സ്മെല്ലാണ്, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആണ്. ഇപ്പൊ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ എറ്റേർണൽ ലവ്. ഇത് രണ്ട് ചെറിയ സ്പ്രേകളാണ്. പോക്കറ്റ് സ്പ്രേ എന്ന് പറയാം. നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന പോക്കറ്റ് സ്പ്രേ ആണ്. ഇത് രണ്ടെണ്ണം. ഇതില് ഫ്ലേവർ വ്യത്യാസമുണ്ട്, പക്ഷെ ഏത് ഫ്ലേവർ എടുത്താലും ഇത് നല്ല ഫ്ലേവർ ആണ്. ഇതില് ഓരോന്നിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 90 രൂപ. ഇത് അൽ നോയിമിന്റെ റോൾ ഓൺ ആണ്. 9.9 ml ആണ് ഒരു ബോട്ടില്, ഒരു കുപ്പിയിൽ വന്നിരിക്കുന്നത്. ഇത് ഫ്ലേവർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം അമീറിന്റെ അല്ലൂദ്, ഒരെണ്ണം എക്സോട്ടിക്ക, ഒരെണ്ണം വൈറ്റ് ഓർക്കിഡ്. ഇങ്ങനെ 3 ഫ്ലേവറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഏതെടുത്താലും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280, 280. ഇത് വന്നിരിക്കുന്നത് അൽനോയിമിൽ വന്നിരിക്കുന്ന റോൾ ഓൺ ആണ്. ഇതും രണ്ട് ഫ്ലേവർ ആണ്. ഈ രണ്ട് ഫ്ലേവറും നല്ല ഫ്ലേവർ ആണ്. ഇവിടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒരെണ്ണം കൊണ്ടുപോയി കഴിയുമ്പോൾ വീണ്ടും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് രണ്ടും നല്ല സ്മെല്ലാണ്, നല്ല റോൾ ഓണുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 130. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാപ്പിലിന്റെ പെർഫ്യൂം ആണ്. ബോഡി സ്പ്രേ ആണ്. ഇത് ജെൻസിനുള്ളതാണ് കേട്ടോ. ഇതില് 200 ml ബോട്ടിലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ. ഇതൊക്കെ നല്ല പെർഫ്യൂമുകളാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഈ സാപ്പിലിന്റെ ഒക്കെ പെർഫ്യൂം ലൈറ്റ് സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ. നെക്സ്റ്റ് ഡിയോഡറന്റ് ബോഡി സ്പ്രേ വന്നിരിക്കുന്നത് മോൺ ബ്ലാങ്കിന്റെ ബോഡി സ്പ്രേ ആണ്. 150 ml ആണ് ഈ ഒരു ബോട്ടിൽ. ഇത് മെയ്ഡ് ഇൻ ഇറ്റലി ആണ്. ഇതൊക്കെ നല്ല സ്മെല്ലുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480, 480.
ഇത് അടുത്തത് ജാസിന്റെ ഗോൾഡ്. ജാസിന്റെ റോൾ ഓണുകളൊക്കെ ഞാൻ മുമ്പ് കാണിക്കാറുണ്ടല്ലോ, അതിന്റെ തന്നെ പെർഫ്യൂം ആണ് വന്നിരിക്കുന്നത്. 30 ml ആണ് ഈ ബോട്ടിലുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 175. ജാസിന്റെ സ്മെല്ല് നല്ലതാണ്, എന്റെ മുമ്പ് വാങ്ങിച്ചവർക്ക് അറിയാം ജാസ് പെർഫ്യൂം നല്ലതാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 175. മുല്ലപ്പൂവിന്റെ 6 ml ഒരു റോൾ ഓൺ ആണ്. മുല്ലപ്പൂവിന്റെ തന്നെ സ്മെല്ല് ഉള്ള റോൾ ഓൺ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 50 രൂപ. കാണിക്കുന്നത് റോൾ ഓണുകളാണ്. ഇത് ആദ്യത്തത് കൂൾ വാട്ടർ. ഈ കൂൾ വാട്ടറിന്റെ ബാം എന്റെ കയ്യിൽ നിന്ന് മുമ്പ് വാങ്ങിച്ചവർക്ക് അറിയാം. കൂൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് സ്മെല്ലാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ ആ കൂൾ വാട്ടറിന്റെ റോൾ ഓൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 95 ആണ്. ഇത് ബ്രൂട്ടിന്റെ റോൾ ഓൺ 90 രൂപ. ഇത് അൽനൈമിന്റെ തന്നെ അക്വാഡി ജിയോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 90 രൂപ. അപ്പൊ ഇങ്ങനെ ഈ റോൾ ഓണുകൾക്കെല്ലാം 90, 90, 95 അങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. ഓരോന്നിലും 6 ml വീതമാണ് ഉള്ളത്. ഇത് ഈ മജസ്റ്റിക്കിന്റെ 2 ഫ്ലേവർ ആണ്. ഒന്ന് ജമീല, ഒന്ന് ദഹാബ് അൽ അസ്വത്ത്. അങ്ങനെ 2 ഫ്ലേവറുകളാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വില വന്നിരിക്കുന്നത് 90 രൂപ. ഇതിൽ ഓരോന്നിലും 8 ml വീതമാണ് ഉള്ളത്. ഇതിന്റെയും സ്മെല്ല് നല്ല സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 90 റുപ്പീസ്. ഇന്ന് ഈ കാണിച്ച പെർഫ്യൂമുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറൊരു കാര്യം, പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ അത് കൊറിയർ ആയിട്ട് മാത്രമാണ് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പ്രത്യേകം പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ 45 രൂപയാണ് നമുക്ക് വേണ്ടു. പക്ഷെ കൊറിയർ വഴിയാകുമ്പോൾ 60 രൂപയാണ് അതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ കൊറിയർ വഴി മാത്രമാണ് അയക്കാൻ പറ്റുക. അപ്പോൾ ആർക്കെങ്കിലും അത് ഇന്നത്തെ പെർഫ്യൂമുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയർ വഴി ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.